അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഗൂഡല്ലൂർക്കാണ്. അവിടെയാണ് നിക്കാഹ് കേട്ടോ. ജംഷീൻ്റെ കാറിന് പോയതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് അവിടെ എത്താൻ പറ്റി. അവിടെ ചെന്ന് നമ്മൾ ബ്രൈഡിനെ കണ്ടു. സുന്ദരിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് റഹ്മത്ത് റിഫ്ക എന്നാണ് അവളുടെ ഫുൾ നെയിം. നല്ല പേരല്ലേ? അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ചെന്ന് കുറച്ച് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ. അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു പോന്നു. കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ വന്ന വഴിക്കല്ല തിരിച്ചു പോയത്, വേറെ കാട്ടിലൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് കുഞ്ഞതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു എന്താ പറയുക 3 സ്റ്റേറ്റിൻ്റെ ബോർഡർ കടന്നിട്ടാണ് പോയത്. കർണാടക, തമിഴ്നാട്, കേരളം. അങ്ങനെ ആ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. പോയ വഴിക്ക് നമ്മൾ ആനേനെ കണ്ടു. ഈ ആന എന്ന് പറയുന്നത് കുങ്കിയാന എന്നാണ് പറയുക അതിനെ. പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി. അവിടെ കാട്ടാനനെ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഈ യാത്രയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മാനിനെ കണ്ടതും ഒന്ന് കരടീനെ കണ്ടതും. വേറെ മൃഗങ്ങളെയൊക്കെ കണ്ടെങ്കിലും എനിക്ക് ഇതിറ്റങ്ങൾ 2നെയും കണ്ടപ്പോഴാണ് കുറച്ചും കൂടെ സന്തോഷമായത്. കാരണം ലൈവായിട്ട് കാണുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് സൂര്യകാന്തി തോട്ടം അതുപോലെ തന്നെ ബന്ദിപ്പൂവിൻ്റെ തോട്ടമൊക്കെ കണ്ടു. അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അധികം സമയം കളയാതെ തന്നെ തിരിച്ചു കയറി അവിടുന്ന്. അപ്പം ഇതാണ് ഒരു ലോങ് ജേർണീൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. സോ യാ, അപ്പം സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.